ഏവർക്കും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. 8ാം ക്ലാസ് അടിസ്ഥാന പാഠാവലി യൂണിറ്റ് 1 അധ്യായം 3 പെരുമഴയത്ത്. ഇത് ദേവകി നിലയങ്ങോടിൻ്റെ മഴക്കാലം മഴയുടെ രസവും രഹസ്യങ്ങളും എന്ന കൃതിയിൽ നിന്നുള്ള ഒരു ലേഖനത്തിൻ്റെ ഭാഗമാണ്. ലേഖനത്തിൻ്റെ പേര് മഴവെള്ളം എന്നാണ്. ഈ ലേഖനത്തിൽ നിന്നും ടോം ജെ മങ്ങാട്ട് എഡിറ്റ് ചെയ്ത ഒരു ഭാഗമാണ് വായിച്ചു കേൾക്കാനായി പോകുന്നത്. ഈ അധ്യായത്തിന് മുൻപായി മരങ്ങൾ പൂക്കുന്നത് എന്ന പേരിൽ റഫീഖ് അഹമ്മദിൻ്റെ കവിതകൾ എന്ന സമാഹാരത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു കവിത കൂടി നൽകിയിട്ടുണ്ട്. മരങ്ങൾ പൂക്കുന്നത് എന്ന കവിതയുടെയും പെരുമഴയത്ത് എന്ന ലേഖന ഭാഗത്തിൻ്റെയും വിശകലനവും പാഠഭാഗ പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായി കാണാനും പാഠഭാഗ പ്രവർത്തനങ്ങൾ കുറിച്ചെടുത്ത് പഠിക്കാനും ശ്രദ്ധിക്കുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നമുക്ക് മരങ്ങൾ പൂക്കുന്നത് എന്ന കവിത വിശകലനം ചെയ്ത് പഠിക്കാം. ആദ്യമായി കവിതയൊന്ന് വായിക്കാം. ഇരുമരങ്ങളീ വഴിയരികത്ത് ഒരേ മഴ നനഞ്ഞൊരേ വെയിൽ കുടിച്ചിരുണ്ട പച്ചില തഴപ്പുമായി നിൽക്കും. ഒരേ നിലാവു വീണവയുടെ ഇലത്തലപ്പുകൾ മിന്നും. ഒരേ നക്ഷത്രങ്ങൾ അവയുടെ മുടിയിഴകൾക്കുള്ളിൽ വന്നൊളിച്ചു കൺചിമ്മും. പരസ്പരം മിണ്ടാതൊരേ മണ്ണിൽ തന്നെ. ഒരേ കാറ്റിൽ തുള്ളി ഇളകുമെന്നാലും അവരു വെവ്വേറെ മരങ്ങളായി നിൽക്കും. ഒരു പുലർച്ചയിൽ ഇരുമരങ്ങളും നിറയെ പൂക്കളാൽ ജ്വലിച്ചുലഞ്ഞിടും. ഒരു പക്ഷേ മണ്ണിനടിയിൽ ഗൂഢമായി അവ തമ്മിൽ വേരാൽ തൊടുന്നുണ്ടാവുമോ? റഫീഖ് അഹമ്മദിൻ്റെ കവിതകൾ. റഫീഖ് അഹമ്മദ്. നമുക്ക് വരികളുടെ ആശയത്തിലേക്ക് പോകാം. ഇരുമരങ്ങൾ ഈ വഴിയരികത്ത് ഒരേ മഴ നനഞ്ഞൊരേ വെയിൽ കുടിച്ചിരുണ്ട പച്ചില തഴപ്പുമായി നിൽക്കും. അപ്പോൾ ഒരു വഴിയരികത്തുള്ള രണ്ട് മരങ്ങളെ നോക്കുക. അവ എന്താണ് ചെയ്യുന്നത്? അവ ഒരേ വഴിയരികത്ത് മഴ പെയ്യുമ്പോൾ മഴ കൊണ്ടും വെയിൽ വരുമ്പോൾ വെയിൽ കൊണ്ടുമൊക്കെ അവിടെ തന്നെ നിൽക്കുകയാണ്. അവയിൽ വരുന്ന തളിർക്കുന്ന ഇലകൾക്കും ഒരേ നിറം തന്നെയാണ്. രാത്രിയാകുമ്പോൾ അവയുടെ തലപ്പുകളിലേക്ക്, ഇലകളിലേക്ക്, ശിഖരങ്ങളിലേക്ക് ഒരേ നിലാവു തന്നെയാണ് പതിക്കുന്നത്. ഒരേ നക്ഷത്രങ്ങൾ അവയുടെ മുടിയിഴകൾക്കുള്ളിൽ വന്നൊളിച്ചു കൺചിമ്മും. പരസ്പരം മിണ്ടാതൊരേ മണ്ണിൽ തന്നെ. രാത്രിയാകുമ്പോൾ എന്താ കാണുന്നത്? നക്ഷത്രങ്ങൾ. നമുക്കിവിടുത്തെ നക്ഷത്രങ്ങളെ മിന്നാമിനുങ്ങുകൾ എന്നുള്ള അർത്ഥത്തിലോ നക്ഷത്രങ്ങൾ എന്ന് തന്നെയുള്ള അർത്ഥത്തിലോ എടുക്കാം. വൃക്ഷങ്ങളുടെ തലപ്പുകൾക്കിടയിലൂടെ കാണുന്ന നക്ഷത്രങ്ങളുടെ കാഴ്ച, അല്ലെങ്കിൽ അവയ്ക്കടിയിൽ വന്നൊളിക്കുന്ന മിന്നാമിനുങ്ങുകൾ. അവ എന്തു ചെയ്യുന്നു? എല്ലാ മരങ്ങൾക്കും പൊതുവിലായി തന്നെയാണ് കാണാൻ സാധിക്കുക. രണ്ടു മരങ്ങളുടെയും താഴെ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ശിഖരങ്ങൾക്കിടയിലൂടെ നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ മിന്നാമിനുങ്ങുകളെ കാണാൻ സാധിക്കും. അവ ഒരേപോലെയുള്ളവയാണ്. അപ്പോൾ ഈ രണ്ട് മരങ്ങൾക്കും ഒരേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരേ കാറ്റിൽ തുള്ളി ഇളകുമെന്നാലും അവരോ വെവ്വേറെ മരങ്ങളായി നിൽക്കും. കാറ്റടിക്കുമ്പോൾ രണ്ട് മരങ്ങളുടെയും ശിഖരങ്ങൾ, ചില്ലകൾ നന്നായി ഉലയും. പക്ഷേ അവ എന്ത് ചെയ്യും? അവ പ്രത്യേകം മരങ്ങളായിട്ടാണ് നിൽക്കുന്നത്. ഒരു പുലർച്ചയിൽ ഇരുമരങ്ങളും നിറയെ പൂക്കളാൽ ജ്വലിച്ചുലഞ്ഞിടും. വസന്തം വരുമ്പോൾ രണ്ടു മരങ്ങളിലും ഒരേ സമയത്ത് തന്നെ നിറയെ പൂ പിടിച്ച് നിറഞ്ഞ് പൂത്തുലഞ്ഞ് നിൽക്കും. ഒരു പക്ഷേ മണ്ണിനടിയിൽ ഗൂഢമായി അവ തമ്മിൽ വേരാൽ തൊടുന്നുണ്ടാവുമോ? നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ട് മരങ്ങളും വെവ്വേറെയായിട്ട് നിൽക്കുകയാണ് വഴിയരികിൽ. എന്നാൽ മണ്ണിനടിയിൽ അവ തമ്മിൽ പരസ്പരം തൊടുന്നുണ്ടാവാം എന്ന് റഫീഖ് അഹമ്മദ് പ്രത്യാശിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച കൊച്ചുദേവദാരു എന്ന കഥയിലും ഇതുപോലെയുള്ള സന്ദർഭങ്ങളാണ് നാം കണ്ടത്, അല്ലേ? കൊച്ചുദേവദാരു വനമേഖലയിൽ നിന്ന് ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത് എങ്കിലും മറ്റു മരങ്ങൾ, മുത്തശ്ശി മരങ്ങളും മുത്തശ്ശൻ മരങ്ങളുമൊക്കെ അതിനെ നോക്കുന്നുണ്ട്. അതിനെ വാത്സല്യത്തോടുകൂടി അവർ നോക്കുകയും അതിൻ്റെ വളർച്ചയെ ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സൗന്ദര്യമൊക്കെ അവർ ദൂരെ നിന്നാണെങ്കിലും ആസ്വദിക്കുന്നുണ്ട്. അവർക്ക് തന്നോട് സ്നേഹമുണ്ടെന്ന് ആ നോട്ടത്തിലൂടെ കൊച്ചുദേവദാരു മനസ്സിലാക്കുന്നുമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ കഥയിലെ രണ്ട് വൃക്ഷങ്ങളുടെയും കാര്യം. അവർക്ക് തമ്മിൽ പറഞ്ഞറിയിക്കാനാകാത്ത തരത്തിലുള്ള ബന്ധമുണ്ട്, ആഴത്തിലുള്ള ബന്ധമുണ്ട്. ആ ബന്ധം ചില്ലകൾ തമ്മിൽ തൊട്ടുകൊണ്ടും ഒരേപോലെ പൂത്തുകൊണ്ടും ഒരേ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടുമാണ് അവർ നമ്മെ അറിയിക്കുന്നത്. നമ്മൾ കാണുമ്പോൾ രണ്ട് വൃക്ഷങ്ങളും പ്രത്യേകമായി നിൽക്കുകയാണ്. എന്നാൽ അവയ്ക്ക് പൂക്കാനും തളിർക്കാനും ഒരേ കാലാവസ്ഥയാണ് വേണ്ടുന്നത്. രണ്ടുപേരും ഒരേപോലെ തന്നെ മണ്ണിൽ നിന്ന് ലവണങ്ങളും മറ്റും വലിച്ചെടുത്ത് വളർന്നു വരുന്നു.
ഒരേ കാലാവസ്ഥയിൽ ഇലകൾ പൊഴിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിന് കാരണം അങ്ങനെ ഒരേപോലെ പൂക്കുകയും തളിർക്കുകയും ഇല പൊഴിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവർ മണ്ണിനടിയിലൂടെയെങ്കിലും പരസ്പരം തൊട്ടുകൊണ്ടുള്ള ഒരു ബന്ധം പുലർത്തുന്നുണ്ടാവാം എന്ന് കവി നമ്മോട് പറയുകയാണ്. നമുക്ക് പെരുമഴയത്ത് എന്ന പാഠഭാഗത്തിൻ്റെ വിശകലനത്തിലേക്ക് കടക്കാം. ഈ പാഠഭാഗത്തിൻ്റെ മുഖവുരയായി 2 വരികൾ നൽകിയിട്ടുണ്ട്. നോക്കുക. നിറഞ്ഞാൽ നിൽക്കാനൊരിടമില്ല, കനിഞ്ഞാൽ കാലങ്ങളോളം. മഴയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുക. മഴ പെയ്താൽ എങ്ങനെയാണ്? നിറഞ്ഞു പെയ്യുന്ന മഴയത്ത് നമുക്ക് ചിലപ്പോൾ കയറി നിൽക്കാൻ ഒതുങ്ങാൻ പോലും ഇടമില്ലാത്ത വിധം മഴ നിറഞ്ഞു പെയ്യാറുണ്ട്. വീടുകൾക്കുള്ളിൽ ഇരുന്നാൽ പോലും മഴയുടെ തണുപ്പ് നമ്മെ അസഹനീയമാം വിധം വന്ന് പൊതിയാറുമുണ്ട്. കനിഞ്ഞാൽ കാലങ്ങളോളം എന്താണ്? മഴ കനിഞ്ഞാൽ മാത്രമേ കർഷകർക്ക് പാടങ്ങളിൽ അവരുടെ വിളയിറക്കാനും കൃഷി ചെയ്യാനും ഒക്കെ സാധിക്കുകയുള്ളൂ. കൃഷിയാണ് ഇന്ത്യയിലെ ഒരു വിഭാഗം മനുഷ്യരുടെ വരുമാന മാർഗം. അതുകൊണ്ട് തന്നെ സമൃദ്ധിയുടെ കൂടി ഭാഗമാണ് മഴ എന്നത്. അപ്പോൾ കനിഞ്ഞാൽ മഴ കാലങ്ങളോളം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. അതായത് മഴ പെയ്ത് നമുക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നത് രാജ്യത്തിനും മനുഷ്യർക്കും ഗുണകരമാണ്. എന്നാൽ ഈ മഴ തന്നെ അളവിലധികമായാലോ? അപ്പോൾ അത് മനുഷ്യരുടെ സ്വാഭാവിക ജീവിതത്തിന് തടസ്സവുമായി മാറുന്നു. നോക്കാം. പെരുമഴയത്ത്. മൂക്കുതല ദേശത്തിൻ്റെ 3 ചുറ്റും കായലാണ്. കായലിന് അന്നൊക്കെ പറഞ്ഞിരുന്ന പേര് കടവ് എന്നാണ്. കിഴക്കുഭാഗം ശ്രായിക്കടവ്, തെക്കുഭാഗം ഉപ്പുങ്കൽ കടവ്, പടിഞ്ഞാറു ഭാഗം തരണിക്കടവ്. അങ്ങനെ വടക്കു കായലില്ല, കരഭൂമിയാണ്. അപ്പോൾ മൂക്കുതല ദേശത്തിൻ്റെ ചുറ്റുമുള്ള കായലിൻ്റെ വിവരണമാണ് ഇവിടെ കാണുന്നത്. കായലിന് അന്ന് പറഞ്ഞിരുന്ന പേര് കടവ് എന്നാണ്. എന്നിട്ട് ഈ കായലിൻ്റെ 4 ദിക്കും അവർ ഓരോരോ പേരുകളിൽ അടയാളപ്പെടുത്തിയിരുന്നു. ഒരു ഭാഗം ശ്രായിക്കടവെന്നും മറ്റൊരു ഭാഗം ഉപ്പുങ്കൽ കടവ് എന്നും വേറൊരു ഭാഗം നരണിക്കടവ് എന്നും അറിയപ്പെട്ടിരുന്നു. ഇതിൽ വടക്ക് ഭാഗത്തായിട്ട് കായലില്ല. അവിടെ എന്താണുള്ളത്? കരഭൂമിയാണ് ഉള്ളത്. വടക്ക് ഭാഗത്തുള്ള എടപ്പാൾ, ചാലിശ്ശേരി ഭാഗത്തൊഴികെ മറ്റെല്ലാ പ്രദേശങ്ങളിലേക്കും പോവാൻ തോണി വേണം. വലിയ ഇല്ലങ്ങൾക്കും തറവാടുകൾക്കുമൊക്കെ സ്വന്തമായി തോണികളുണ്ട്. ബാല്യക്കാരിൽ 1-2 പേർ തോണി കുത്താൻ അറിയുന്നവരുമായിരിക്കും. അപ്പോൾ ഈ പറയുന്ന ദേശത്തിൻ്റെ 3 ഭാഗത്തും കായലായതുകൊണ്ട് തന്നെ എവിടേക്കെങ്കിലും പോകണമെങ്കിൽ അവർ എന്തിനെ ആശ്രയിക്കേണ്ടി വരുന്നു? വള്ളത്തിനെ, വഞ്ചിയെ ആശ്രയിക്കേണ്ടി വരുന്നു. വലിയ വലിയ തറവാട്ടുകാർക്കൊക്കെ സ്വന്തമായി എന്തുണ്ട്? വള്ളമുണ്ടായിരുന്നു. അവർ എന്ത് ചെയ്യും? അവർ അവരുടെ ജോലി, ബാല്യക്കാരെന്ന് പറഞ്ഞാൽ ജോലിക്കാർ എന്നാണ് അർത്ഥം കേട്ടോ, വീട്ടിലെ ഭൃത്യന്മാരെന്നർത്ഥം. അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യും? തോണി തുഴഞ്ഞായിരിക്കും ഏതെങ്കിലുമൊക്കെ ദേശങ്ങളിലേക്ക്, സ്ഥലങ്ങളിലേക്ക് പോവുക. ദൂരെയുള്ള കോൾപ്പാടങ്ങളിൽ കൊയ്ത്തു കഴിഞ്ഞ് കറ്റ കൊണ്ടുവരുന്നതിനും തെങ്ങിൻ തോപ്പുകളിൽ നിന്ന് നാളികേരം കൊണ്ടുവരുന്നതിനും വഞ്ചി കൂടിയേ കഴിയൂ. വഞ്ചി അടുക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാവാം കായലിനെ കടവ് എന്ന് പറഞ്ഞു പോകുന്നത്. ഇനി ഇത് മാത്രമല്ല, ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള വിളകൾ, കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള വിളകളെല്ലാം കൊണ്ടുവന്നിരുന്നതും എന്തിലായിരുന്നു? വള്ളത്തിലാണ് കൊണ്ടുവന്നിരുന്നത്. കാരണം എന്താണ്? മൂന്ന് ഭാഗവും കായലായതുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിലുള്ള വാഹനങ്ങളും ഉപയോഗിക്കാൻ കഴിയുമായിരുന്നില്ല. ഇങ്ങനെ വഞ്ചി വന്നടുക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ കടവ്, കടത്ത് എന്നൊക്കെയാണ് ഈ ഭാഗത്തെ പറയുക. വള്ളം കൊണ്ടുവന്ന് കെട്ടിയിടുന്ന അല്ലെങ്കിൽ ആളുകളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന ഭാഗത്തെ കടവ്, കടത്ത് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലായിരിക്കാം ഈ നാട്ടിൽ, ഏത് നാട്ടിൽ? മൂക്കുതല ദേശത്ത് കായലിനെ കടവ് എന്ന് വിളിച്ചിരുന്നത്. നോക്കുക. കായൽ വറ്റിച്ചാണ് കൃഷി ഇറക്കുക. ഒറ്റപ്പൂവലാണ് കൃഷി. പുഞ്ച എന്നാണ് പറയുക. കായലിൽ ആദ്യം വലിയ ബണ്ട് കെട്ടും. ഒരു തോട് കീറി വെള്ളം അതിലേക്ക് മാറ്റും. ചക്രം ചവിട്ടിയാണ് വെള്ളം തേവി മാറ്റുക. ബണ്ടിന്റെ അടുത്ത് നിരനിരയായി 20-30 ചക്രങ്ങൾ ഉണ്ടാകും. പണിക്കാർ ഊഴമിട്ട് രാത്രിയും പകലും ചക്രം ചവിട്ടി വെള്ളം തേവിക്കൊണ്ടിരിക്കും.
എങ്ങനെയാണ് ആ ദേശത്ത് കൃഷി ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ കായലിനെ ബണ്ട് കെട്ടി വെള്ളമൊക്കെ അതിലേക്ക് മാറ്റിയിട്ട് ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗത്താണ് കൃഷി ഇറക്കുന്നത്. ഇതിനെ പുഞ്ചകൃഷി എന്നാണ് പറയുക. കായലിൽ കിടക്കുന്ന വെള്ളം അത്രയും എങ്ങനെയാണ് വെള്ളം ബണ്ട് കീറി മാറ്റുന്നത്? ചക്രം ചവിട്ടിയാണ് വെള്ളം മാറ്റുന്നത്. നിങ്ങൾ സിനിമകളിലെങ്കിലും കണ്ടിട്ടുണ്ടാകും, ഒരു ആരക്കാല് പോലെയുള്ള ഒരു സാധനത്തിലിരുന്ന് ആളുകൾ ചവിട്ടി ചവിട്ടി വെള്ളം തേവുന്നത്. ഇങ്ങനെ ഒരുപാട് പേർ ഒരേ സമയം ചക്രം ചവിട്ടിയാണ് വെള്ളം അവിടെ നിന്നും മാറ്റിക്കൊണ്ടിരുന്നത്. പൊതുവെ തുലാമാസത്തിലാണ് ഇത്. ചവിട്ടുന്നതിന്റെ അധ്വാനം അറിയാതിരിക്കാൻ അവർ പാടിക്കൊണ്ടിരിക്കും. പകലും രാത്രിയും പാട്ടുണ്ടാവുമെങ്കിലും സകലവും നിശബ്ദമാകുന്ന രാത്രികാലങ്ങളിലാണ് ഞങ്ങൾ കുട്ടികൾ ആ തേക്കുപാട്ട് തെളിഞ്ഞു കേൾക്കുക. ഇങ്ങനെ ചക്രം ചവിട്ടുന്ന അവസരങ്ങളിൽ കൃഷിക്കാർ ഇങ്ങനെ ചവിട്ടുന്നത് വലിയ ബുദ്ധിമുട്ടാണല്ലോ. എത്ര നേരം എന്ന് വെച്ച് ചവിട്ടിയാലാണ് ഒരു കായലിലെ വെള്ളം മുഴുവൻ അപ്പുറത്തെത്തുക എന്ന് ഓർത്തു നോക്കുക. അപ്പോൾ വലിയ അധ്വാനം വേണ്ടുന്ന ഒരു കാര്യമാണല്ലേ. ആ സമയത്ത് ചെയ്യുന്ന ജോലിയുടെ കഷ്ടപ്പാട് അറിയാതിരിക്കാൻ വേണ്ടി കർഷകർ ഉറക്കെ ഉറക്കെ പാട്ടുകൾ പാടുമായിരുന്നു. ആ പാട്ടുകൾ മിക്കതും അവർ സ്വന്തമായി തന്നെ ഉണ്ടാക്കിയ പാട്ടുകളായിരിക്കും. പ്രത്യേകിച്ച് അതിന് ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാടകത്തിലോ ഒന്നും വന്ന, സിനിമയിലോ ഒന്നും വന്ന പാട്ടുകളായിരിക്കില്ല അത്. അവരുടെ മനോഗരത്തിനനുസരിച്ച്, അവരുടെ മനസ്സിലേക്ക് വരികൾ വരുന്നതനുസരിച്ച് അവർ സ്വന്തമായി പാട്ടുകൾ ഉണ്ടാക്കി പാടുകയാണ് ചെയ്തിരുന്നത്. ഇങ്ങനെ പാടുന്ന പാട്ടുകളെ തേക്കുപാട്ട് എന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ. തേക്കുപാട്ട്. രാത്രിയും പകലും ആൾക്കാർ ഇങ്ങനെ മാറി മാറി ഈ ചക്രം ചവിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ പാട്ടും ഇങ്ങനെ മുഴങ്ങി കേൾക്കാം. എങ്കിലും രാത്രി കാലങ്ങളിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ നിശബ്ദതയിലാണ് ആ പാട്ട് കുറച്ചുകൂടി ഉയർന്ന് കേൾക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ പോലെ അന്നത്തെ കാലത്ത് ഒരുപാട് വാഹനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ ദൂരെ നിന്ന് പാടുന്ന ഈ പാട്ട് വീടുകളിലിരിക്കുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കേട്ടിരുന്നു എന്നാണ് ദേവകി നിലയങ്ങോട് പറയുന്നത്. പാലാട്ടുകോമന്റെയും മറ്റും കഥകളാണ് അവ. പാലാട്ടുകോമൻ എന്ന് പറയുന്നത് നമ്മുടെ വടക്കൻ പാട്ടുകളിലൊക്കെയുള്ള ഒരു കഥാപാത്രമാണ് കേട്ടോ. ആരാണ് പാലാട്ടുകോമൻ എന്ന് വെച്ചാൽ നാടൻ പാട്ടുകളിലൊക്കെ കടന്നു വരുന്ന ഒരു കഥാപാത്രമാണ് പാലാട്ടുകോമൻ. നിങ്ങളൊക്കെ ഉദയനൻ, ചന്തു, ഉണ്ണിയാർച്ച, ആരോമൽ ഉണ്ണി എന്നിങ്ങനെയുള്ള കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവണം. ആറ്റുമണമേലെ ഉണ്ണിയാർച്ച, ഊണും കഴിഞ്ഞങ്ങുറക്കമായി എന്നിങ്ങനെയൊക്കെയുള്ള വരികൾ നാടൻ പാട്ടുകളായി നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം. അതുപോലെ തച്ചോളി ഓമന കുഞ്ഞി ചന്തുവിനെ കുറിച്ചുള്ള പാട്ടുകളും വടക്കൻ പാട്ടുകളായി പാടി കേൾക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെയുള്ള ഒരു കഥാപാത്രമാണ് പാലാട്ടുകോമൻ. ഈ പാലാട്ടുകോമന്റെ വീരസാഹസിക കഥകളാണ് പാട്ടുകളായിട്ട്, തേക്കുപാട്ടുകളായിട്ട് കർഷകർ പാടിക്കൊണ്ടിരുന്നത്. തുലാമാസ രാത്രികളിൽ ദൂരെ നിന്ന് ഒഴുകിവരുന്ന ആ പാട്ടുകൾ കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുക. ഇടയ്ക്കെങ്ങാനും ഉണർന്നാൽ അപ്പോഴും കേൾക്കാം നേർത്തു നേർത്ത് എത്തുന്ന ഈ ഈണം. അപ്പോൾ തുലാമാസ രാത്രികളിലൊക്കെ കർഷകർ ഒരാൾ മാറുമ്പോൾ അടുത്തയാൾ എന്നുള്ള മുറയ്ക്ക് ഇങ്ങനെ ചക്രം ചവിട്ടി കറക്കിക്കൊണ്ട് പാട്ടുകൾ പാടിക്കൊണ്ട് രാത്രി മുഴുവനും ഉണർന്നിരുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. ഒരു കാലഘട്ടത്തിന്റെ കൃഷി രീതിയെക്കുറിച്ചുള്ള സൂചനകൾ കൂടിയാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതെന്ന് ഓർക്കുക. എങ്ങനെയാണ് ഒരു വിഭാഗം ആൾക്കാർ, ഇപ്പോൾ ഈ ദേവകി നിലയങ്ങോടിനെ പോലെയുള്ള വലിയ വീടുകളും ഒക്കെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? അവരവരുടെ വീടുകളിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് സാധാരണക്കാരായ കർഷകർ അപ്പോഴും കൃഷിയിടങ്ങളിൽ നിന്ന് വെള്ളം തേവുന്നതിന് വേണ്ടിയിട്ട് ഉണർന്നിരുന്ന് ചക്രം ചവിട്ടി കറക്കി അതോടൊപ്പം പാട്ടും പാടുകയാണല്ലേ. അവരുടെ ഉയർന്നുയർന്ന് കേൾക്കുന്ന പാട്ട് എന്തിൻ്റെ അടയാളമാണ്? അവർ അപ്പോഴും രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോഴും അധ്വാനിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. ഈ ദേവകി നിലയങ്ങോട് എപ്പോഴെങ്കിലും രാത്രിയിൽ ഞെട്ടി ഉണർന്നാൽ പോലും ആ സമയത്തും പാടങ്ങളിൽ നിന്ന് തേക്കുപാട്ട് കേട്ടിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ തോണിയും വെള്ളവും ഒക്കെ ആയിട്ടാണ് എൻ്റെ കുട്ടിക്കാലത്തിന് ബന്ധം. കുളം, കുളി എന്നിങ്ങനെ ഇല്ലത്തും വഞ്ചി, കായൽ എന്നിങ്ങനെ പുറത്തും. പക്ഷേ വെള്ളം ഞങ്ങളെയെല്ലാം ഒരു തവണ ഭയങ്കരമായി പീഡിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ദേവകി നിലയങ്ങോടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം തന്നെ വെള്ളവുമായി അഗാധമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ജനിച്ചു വീണ ദേശത്തിന്റെ 3 ഭാഗത്തും വെള്ളം തന്നെയാണ് അവരുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത്. അവിടെയുള്ള ഏക ഗതാഗത മാർഗം എന്ന് പറയുന്നതും വഞ്ചി, വള്ളം ഇതൊക്കെ തന്നെയാണ് അല്ലേ. ഇത് മാത്രമല്ല, കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവിടെ ഉപയോഗിച്ചിരുന്നത് വള്ളം തന്നെയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ജനിച്ച ദേശത്തിൽ വെള്ളത്തിന്റെ സാന്നിധ്യം കൂടുതലായിരുന്നു എന്നുള്ളത് ദേവകി നിലയങ്ങോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ തറവാടുകളോട് ചേർന്ന് അവർക്ക് കുളങ്ങൾ ഉണ്ടാവാറുണ്ട്, സ്വന്തമായി വഞ്ചിയും ഉണ്ടാവാറുണ്ട്.
ദേവകി നിലയങ്കോടിന്റെ തറവാടിൽ സ്വന്തമായി എന്തുണ്ട്? കുളമുണ്ട്. അതുപോലെ തന്നെ വലിയ തറവാടുകാർക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുന്നതിന് വേണ്ടി സ്വന്തമായി വഞ്ചിയുമുണ്ട് അല്ലേ? അങ്ങനെ വരുമ്പോൾ എല്ലാ തരത്തിലും വെള്ളവുമായി വലിയ ബന്ധമുണ്ടായിരുന്നു ദേവകി നിലയങ്കോടിന്റെ കുട്ടിക്കാലത്തിന് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ എല്ലാ തരത്തിലും വെള്ളവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നിട്ടും ഒരു തവണ ദേവകി നിലയങ്കോടിന് വെള്ളം കൊണ്ട് ഭയമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതെന്താണെന്ന് നോക്കാം. എന്റെ 13ാമത്തെ വയസ്സിൽ ഒരു കർക്കിടകത്തിലായിരുന്നു അത്. മഴയുള്ള ഒരു സാധാരണ ദിവസം എന്നേ തോന്നിയുള്ളൂ. രാത്രി ഊണു കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ തുടങ്ങുമ്പോഴാണ് ഭയങ്കരമായ ഒരു കാറ്റിന്റെ വരവ് കേട്ടത്. അസാധാരണമായ ഒരു മുഴക്കത്തോടെയാണ് അത് വീശിയെത്തിയത്. ദൂരെയുള്ള മരങ്ങളിൽ നിന്ന് കൊമ്പുകളും ഇലകളും പറന്ന് നാലിറയത്തെത്തി നടുമുറ്റം നിറയാൻ തുടങ്ങി. കുത്തഴിക്കുള്ളിലൂടെ മുറിയിലേക്കും അവ വന്നു വീണു. വൃക്ഷങ്ങൾ ആടിയുലഞ്ഞ് പൊട്ടിച്ചീന്തുന്ന ശബ്ദം അകത്തു കേൾക്കാമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു കർക്കിടക കാലത്തൊക്കെ നല്ല മഴ പെയ്യാറുണ്ട് കേട്ടോ. ഈ കർക്കിടക കാലത്ത് ഒരു 10-13 വയസ്സുള്ള ദേവകി നിലയങ്കോടിന്റെ അനുഭവമാണ് പറയുന്നത്. രാത്രി സമയമായപ്പോൾ ഭയങ്കരമായ ശബ്ദത്തോടുകൂടി കൊടുങ്കാറ്റ് ഇരച്ചെത്തിയ ഒരു സന്ദർഭമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ കൊടുങ്കാറ്റ് വരുമ്പോൾ എങ്ങനെയാണ്? അത് അടിച്ചു വരുന്ന ഭാഗത്തുള്ള മരങ്ങളും ചില്ലകളും ഒക്കെ അതിങ്ങനെ ആ കാറ്റിന്റെ കൂടെ തന്നെ ഒടിഞ്ഞ് പറന്നിങ്ങ് പോരും. അങ്ങനെ വന്ന ചില്ലകളും ഇലകളും എല്ലാം കൂടി അവരുടെ വീടിനുള്ളിലേക്ക്, വീടിന്റെ നടുമുറ്റത്തേക്ക് വന്ന് വീണു. ഉള്ള ജനലുകളും വാതിലുകളും എല്ലാം കുട്ടിയടച്ചു. ഞങ്ങൾ പേടിച്ചു വിറച്ച് തെക്കിനിയിലേക്കും വടക്കിനിയിലേക്കും മാറി മാറി ഓടി. എവിടെ പോയാലും രക്ഷയില്ല. ഉറങ്ങാൻ ആർക്കും ധൈര്യമില്ല. അപ്പോഴേക്കും മഴയും പൊട്ടി വീണു. മഴയത്തും കാറ്റത്തുമായി ഇല്ലവളപ്പിലെ മരങ്ങൾ തലങ്ങും വിലങ്ങും കടപുഴകി വീഴാൻ തുടങ്ങി. അപ്പോൾ ദേവകി നിലയങ്കോടിന്റെ വീടിനെയാണ് ഇവിടെ ഇല്ലം എന്ന് പറഞ്ഞിരിക്കുക. ഈ ഇല്ലത്തിന്റെ പല പല ഭാഗങ്ങളെ കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് വർണ്ണിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? നാലിറയം, നടുമുറ്റം, വടക്കിനി, കിഴക്കിനി, തെക്കിനി, ഇങ്ങനെയൊക്കെ വീടിന്റെ ഓരോ ഭാഗങ്ങളെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏത് ഭാഗത്ത് നിന്ന് എവിടേക്ക് ഓടിപ്പോയി കതകും ജനാലകളും ഒക്കെ കുറ്റിയിട്ട് ഇരുന്നിട്ട് പോലും ഈ കാറ്റിന്റെ ഭീകരത അവർക്ക് കേൾക്കാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായി പേടിച്ചു. ആ സമയത്ത് തന്നെ ശക്തമായ മഴയും കൂടി പെയ്യാനായി തുടങ്ങി. അതുമാത്രമല്ല, ഈ വീടിന്റെ പറമ്പിൽ നിന്നിരുന്ന മരങ്ങളൊക്കെ കാറ്റത്ത് കടപുഴകിയും മഴ നനഞ്ഞുമൊക്കെ വീഴാൻ തുടങ്ങി. മരം വീഴുന്ന കൂറ്റൻ അലർച്ച ഇടവിട്ടിടവിട്ട് കേൾക്കാം. ഭാഗ്യത്തിന് എന്തുകൊണ്ടോ ഇല്ലത്തിന്റെ മേൽപ്പുരയിലേക്ക് മരമൊന്നും വന്നു വീണില്ല. മഴയും കാറ്റും കനത്തതോടുകൂടി അവിടെ നിറയെ മരങ്ങൾ എന്ത് ചെയ്തു? കടപുഴകി വീണു. കടപുഴകി വീണുക എന്ന് പറഞ്ഞാൽ വേരോടുകൂടി മറിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. നിൽക്കുന്ന നിപ്പിൽ വേരോടുകൂടി മരങ്ങൾ എന്ത് ചെയ്തു? മറിഞ്ഞ് വീണുകൊണ്ടിരുന്നു. അങ്ങനെ വന്നപ്പോ ഇതൊക്കെ വീടിന് മുകളിലേക്ക് വീഴുമോ എന്നുള്ള ഭയമൊക്കെ വീട്ടുകാർക്കുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. വെളുപ്പാൻ കാലമായപ്പോഴേക്കും കാറ്റിന്റെ ശക്തി തെല്ലു കുറഞ്ഞു. അതിന്റെ ചൂളം വിളി ഒന്ന് പതിഞ്ഞു. അപ്പോൾ മാത്രമാണ് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നത്. ഉണർന്നപ്പോഴാവട്ടെ പുറത്ത് അതിശക്തിയായി മഴ. അപ്പോ നേരം പുലരാറായപ്പോ മഴയൊന്ന് ശമിച്ചു, കാറ്റും ഒന്ന് കുറഞ്ഞു. അപ്പോൾ വീട്ടുകാർ സമാധാനമായിട്ടൊന്ന് ഉറങ്ങാനായിട്ട് കിടന്നു. നേരം വെളുത്ത് നോക്കുമ്പോൾ എന്താണ്? ഭയങ്കരമായിട്ടുള്ള മഴ, ശക്തമായിട്ടുള്ള മഴ. അന്തർജനങ്ങൾക്ക് കുളിക്കാൻ പോകാൻ പറ്റുന്നില്ല. അന്തർജനം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ സ്ത്രീകളെ, നമ്പൂതിരി സ്ത്രീകളെയാണ് അന്തർജനങ്ങൾ എന്ന് പറയുക. ഈ ദേവകി നിലയങ്കോടിന്റെ അമ്മയും അമ്മമ്മയും ഒക്കെയാണ് ഇവിടെ അന്തർജനങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോ ആ ഇല്ലത്തുള്ള നമ്പൂതിരി സ്ത്രീകൾക്കൊക്കെ അതിരാവിലെ എഴുന്നേറ്റ് കുളിക്കുന്ന സ്വഭാവമുണ്ട്. അവർക്കൊന്നും കുളിക്കാൻ പോകാൻ പറ്റുന്നില്ല. മുറ്റത്ത് മുഴുവൻ മരക്കൊമ്പുകളും ഇലയും വെള്ളവുമാണ്. വെള്ളം കാണെ പൊങ്ങിക്കൊണ്ടിരുന്നു. മുറ്റത്തേക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ലാത്ത വിധം പുറത്ത് വെള്ളവും വെള്ളത്തിലാകെ മരക്കൊമ്പുകളും ഇലയും ഒക്കെ നിറഞ്ഞു കിടക്കുന്നു. അന്ന് ഞങ്ങൾക്കാർക്കും കുളിയുണ്ടായില്ല. തേവാരവും മുടങ്ങി. മഴ അപ്പോഴും തുള്ളി മുറിയാതെ പെയ്തുകൊണ്ടേയിരുന്നു. കാണാവുന്നിടത്തെല്ലാം വെള്ളം. വെള്ളപ്പൊക്കമാണ് ഇതെന്ന് അന്നൊന്നും മനസ്സിലായില്ല. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് മഴ ശമിച്ചത്. പിന്നെ വെള്ളം താണു തുടങ്ങി. അപ്പോൾ ശക്തിയായ ഒരു വെള്ളപ്പൊക്കത്തിന്റെ ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. തലേ ദിവസം ഭയങ്കരമായ കാറ്റുണ്ടാകുന്നു. കാറ്റിന്റെ ഒടുവിൽ കാറ്റൊന്ന് ശമിച്ചപ്പോൾ എല്ലാവരും ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കി. ഉണർന്നപ്പോഴോ വീടും മുറ്റവും ഒന്നും കാണാത്ത രീതിയിൽ ഭയങ്കരമായി വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇതിനകത്ത് പറയുന്നുണ്ട് തേവാരം എന്നല്ലേ.
കുളിയും തേവാരവും എന്ന് പറഞ്ഞാൽ കുളിച്ചു കഴിഞ്ഞുള്ള പൂജയാണ് തേവാരം എന്ന് പറയുക. അപ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ടാണ് ഇവരൊക്കെ ദൈവത്തെ പ്രാർത്ഥിക്കുന്നത്. അന്ന് പ്രാർത്ഥന കുളിക്കാത്തത് കൊണ്ട് തന്നെ പ്രാർത്ഥനയും അന്ന് മുടങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം ഇങ്ങനെ പൊങ്ങി 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 വരുന്നത് കണ്ടിട്ടാണ് അത് വെള്ളപ്പൊക്കമാണ് എന്ന് തിരിച്ചറിയുന്നത്. പക്ഷേ ദേവകി നിലയങ്കോട് അന്ന് കൊച്ചുകുട്ടി ആയതുകൊണ്ട് തന്നെ അത് വെള്ളപ്പൊക്കമായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. 3 ദിവസം കഴിഞ്ഞു ആ വെള്ളം ഇറങ്ങി പോകാൻ. 1942 ഇത്. MT വാസുദേവൻ നായരുടെ നാലുകെട്ടിൽ പരാമർശിക്കുന്ന വെള്ളപ്പൊക്കം ഇതായിരുന്നിരിക്കണമെന്ന് കാലം വെച്ച് നോക്കുമ്പോൾ തോന്നുന്നു. MT വാസുദേവൻ നായർ എഴുതിയ ഒരു നോവലാണ്, ഒരു ചെറിയ നോവലാണ് നാലുകെട്ട് എന്ന് പറയുന്നത്. ഈ നാലുകെട്ട് എന്ന് പറയുന്ന നോവലിനകത്തും ഇതേ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വെള്ളപ്പൊക്കം കൊണ്ട് നാട്ടിൽ പലർക്കും വിലക്കുറവിൽ ഒട്ടേറെ മരത്തടികൾ സ്വന്തമായി കിട്ടി. പുഴയിൽ ഒലിച്ചു വന്ന കാട്ടിലെ മരങ്ങൾ സാഹസികമായി വടമെറിഞ്ഞു പിടിച്ച് വേണ്ടവർക്ക് വിൽക്കുകയായിരുന്നു. അപ്പോൾ കാറ്റത്തും മഴയത്തുമായി ഒഴുകി വീണ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകി വന്നപ്പോൾ ആവശ്യക്കാരായ ആൾക്കാർ എന്ത് ചെയ്തു? അതിനെയൊക്കെ വടം കൊണ്ട് കുരുക്കുണ്ടാക്കി പിടിച്ചടുപ്പിച്ച് ആ മരങ്ങളും ആ തടിയും ഒക്കെ വിറ്റ് ഒത്തിരി കാശുണ്ടാക്കി. പുഴയിൽ ഒലിച്ചു വന്ന കാട്ടിലെ മരങ്ങൾ സാഹസികമായി വടമെറിഞ്ഞു പിടിച്ച് വേണ്ടവർക്ക് വിൽക്കുകയായിരുന്നു. മരത്തടികൾ ആവശ്യമുള്ളവർക്ക് ഈ മരങ്ങൾ കിട്ടിയ ആളുകൾ എന്ത് ചെയ്തു? ഇവയെ നല്ല ലാഭത്തിൽ വിറ്റ് കാശുണ്ടാക്കി. 1943 ഞാൻ വിവാഹം കഴിഞ്ഞ നിലയങ്ങോട്ട് എത്തുമ്പോൾ നീണ്ട തെക്കേ ഇറയ മുതൽ ഇങ്ങനെ വാങ്ങിക്കൂട്ടിയ വിലപിടിപ്പുള്ള മരങ്ങൾ ഈർന്ന് വൃത്തിയാക്കി അട്ടം മുട്ടെ കൂട്ടിയിട്ടത് കണ്ടിരുന്നു. എങ്ങനെയാണ്? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. 1942 വെള്ളപ്പൊക്കം. തൊട്ടടുത്ത വർഷം ദേവകി നിലയങ്ങോട് വിവാഹം കഴിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 14ാമത്തെ വയസ്സിലാണ് ദേവകി നിലയങ്ങോടിന്റെ കല്യാണം കഴിഞ്ഞ് പോയത്. അപ്പോൾ നിങ്ങളെക്കാളും 1ഓ 2ഓ വയസ്സിന് മൂപ്പുള്ള ഒരു കുട്ടിയായിരുന്നു അന്ന് ദേവകി നിലയങ്ങോട് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിയിൽ വന്ന ഒരു വ്യത്യാസം കൂടി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ഇന്ന് ആരും 14 വയസ്സുള്ള കുട്ടികളെ ഒന്നും കല്യാണം കഴിപ്പിച്ച് അയക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ദേവകി നിലയങ്ങോട് കല്യാണമൊക്കെ കഴിഞ്ഞ് അവരുടെ ഭർത്തൃഗൃഹത്തിലേക്ക്, അതായത് ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ കാണുന്നത് അങ്ങനെ അന്ന് വെള്ളപ്പൊക്കത്തിൽ വാങ്ങിക്കൂട്ടിയ മരങ്ങളൊക്കെ അതിനെ എന്ത് ചെയ്തിട്ടാണ്? അതിനെ ഇങ്ങനെ അതിന്റെ പുറന്തോടൊക്കെ പൊളിച്ചു കളഞ്ഞ് അതിനെ ഇങ്ങനെ അറുത്തറുത്ത് കഷ്ണങ്ങളാക്കി അടുക്കിയൊക്കെ വെച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് അട്ടം എന്ന് പറയുന്നത് വീടിന്റെ മേൽക്കൂര, അത്രയും പൊക്കത്തിനാണ് അതിനെ അടുക്കി വെച്ചിരുന്നത്. വെള്ളം വന്ന് വാതിൽപ്പടിയിൽ തൊട്ട ദിവസങ്ങളിൽ അമ്മമാർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് അതിനു മുമ്പ് നടന്ന മറ്റൊരു വെള്ളപ്പൊക്കത്തെ കുറിച്ചായിരുന്നു. അപ്പോൾ 1942 വെള്ളപ്പൊക്കം 3 ദിവസം നിന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ സമയത്തൊക്കെ വീട്ടിലെ കുട്ടികളും അമ്മമാരും ഒക്കെ ആ വീടിനകത്ത് തന്നെ കുടുങ്ങിയിരിക്കുകയായിരുന്നു. ഈ വെള്ളപ്പൊക്കം കണ്ടുകൊണ്ടിരിക്കെ അവർ പഴയ ഒരു വെള്ളപ്പൊക്കത്തിന്റെ കഥ പറയുന്നത് ദേവകി നിലയങ്ങോട് കേൾക്കുകയുണ്ടായി. 99 വെള്ളപ്പൊക്കം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. ഇംഗ്ലീഷ് വർഷപ്രകാരം 1923-24 കാലമാണ് അത്. ഞാൻ ജനിക്കുന്നതിന് 4-5 വർഷം മുമ്പ്. അപ്പോൾ അത് ഏത് വർഷമായിരുന്നു? 1923-ലോ 24-ലോ ആയിരുന്നു ആ വെള്ളപ്പൊക്കം ഉണ്ടായത്. ആ സമയത്തൊന്നും ആര് ജനിച്ചിട്ടില്ല? ദേവകി നിലയങ്ങോട് ജനിച്ചിട്ടില്ല. ഭാരതപ്പുഴയുടെ വക്കത്തുള്ള ഞങ്ങളുടെ ഒരു ബന്ധുഗൃഹമായ ഇല്ലത്തെ കാര്യമാണ് അമ്മമാർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ വെള്ളപ്പൊക്കം അവരെ എങ്ങനെയാണ് ബാധിച്ചത് എന്നുള്ള കഥയാണ് അമ്മമാർ പറഞ്ഞത് കേട്ടോ. അവരുടെ ഒരു അടുത്ത ബന്ധു ഭാരതപ്പുഴയുടെ തീരത്ത് ജീവിക്കുന്നുണ്ടായിരുന്നു. അവിടെ അയാൾക്കൊരു ഇല്ലമുണ്ടായിരുന്നു. നമ്പൂതിരി വിഭാഗത്തിലുള്ള ജനങ്ങൾ ജീവിച്ചിരുന്ന പുരകളെയാണ് ഇല്ലങ്ങൾ എന്നിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഭാരതപ്പുഴയുടെ തീരത്ത് ഇവർക്കൊരു ബന്ധു ഉണ്ടായിരുന്നു. ദേവകി നിലയങ്ങോടിനൊരു ബന്ധു ഉണ്ടായിരുന്നു. അവർ ജീവിച്ചിരുന്നത് ഒരു വലിയ ഇല്ലത്തിലായിരുന്നു. ആ ഇല്ലത്തിൽ ജീവിച്ചിരുന്ന ബന്ധുവിനെ എങ്ങനെയാണ് അന്നുണ്ടായ വെള്ളപ്പൊക്കം ബാധിച്ചത് എന്നാണ് അമ്മമാർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഭയങ്കരമായ മഴയോടൊപ്പം ഒരു സന്ധ്യാനേരത്താണ് പെട്ടെന്ന് വെള്ളം പൊങ്ങാൻ തുടങ്ങിയത്. പുഴവെള്ളം ഏന്തി വരുന്നത് എന്നേ ആദ്യം എല്ലാവരും കരുതിയുള്ളൂ. പക്ഷെ വെള്ളത്തിന്റെ തള്ളിക്കയറ്റം അങ്ങനെയൊന്നും കലാശിച്ചില്ല. തൊടി മുഴുവൻ വിഴുങ്ങിയ വെള്ളം ഉമ്മറപ്പടിയിലെത്തി. കുട്ടികൾ സന്തോഷിച്ചു. അവരുടെ മേലുകഴുകൽ ഉമ്മറപ്പടിയിൽ വെച്ചാവാമല്ലോ. എന്നാൽ നോക്കി നിൽക്കെ ഉമ്മറപ്പടിയും കടന്ന് വെള്ളം അകത്തേക്ക് കയറിയെത്തി. അകത്ത് ചുമരുകൾക്കിടയിൽ വെള്ളം ഓളം വെട്ടി. വാതിലുകളെല്ലാം മലർക്കെ തുറന്നിട്ടു. കാറ്റ് വരുമ്പോൾ വാതിലടയ്ക്കുക,
വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക എന്നതായിരുന്നു അന്നത്തെ ഒരു നാട്ടറിവ്. ഇടനാഴികളിലാണ് വെള്ളത്തിന്റെ കുത്തും തള്ളലും ഏറെ ശക്തമായത്. അവരൊക്കെ കരുതിയത് ഈ ഭാരതപ്പുഴയുടെ തീരത്തുള്ള ബന്ധുവിന്റെ ഇല്ലത്തിന്റെ പരിസരത്ത് മഴയുണ്ടായപ്പോൾ അവരാദ്യം കരുതിയത് ആ നിസ്സാരമായ മഴ എന്ന് മാത്രമാണ്. പിന്നീട് വെള്ളം പൊങ്ങി വന്നപ്പോൾ ഭാരതപ്പുഴയിൽ വെള്ളം പൊങ്ങുമ്പോൾ ഇങ്ങനെ വെള്ളം കയറി വരാറുണ്ടല്ലോ എന്ന് കരുതി അവർ സമാധാനിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ വെള്ളം പൊങ്ങി പൊങ്ങി വീടിന്റെ തിണ്ണ വരെ എത്തി. അപ്പോൾ കുട്ടികളൊക്കെ സന്തോഷിച്ചു. കാരണം ഇനി അവർക്ക് ആ വെള്ളത്തിൽ തന്നെ കുളിക്കാമല്ലോ എന്നുള്ള സന്തോഷമായിരുന്നു അവർക്ക്. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോഴോ വീടിനകത്തേക്കും വെള്ളം കയറി. ആകെ വെള്ളത്തിന്റെ മയം വെള്ളം കൊണ്ട് ഓളം വെട്ടുന്ന ഒരവസ്ഥ. പുഴയിൽ എങ്ങനെയാണോ വെള്ളം അലയടിക്കുന്നത് അതുപോലെ തന്നെ വീടിനുള്ളിലും വെള്ളം അലയടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ആ സമയത്ത് എല്ലാവരും എന്ത് ചെയ്തു? വാതിലുകളെല്ലാം തുറന്നിട്ടു. നമ്മൾ കുറച്ചു മുൻപ് കണ്ടു, കൊടുങ്കാറ്റ് വന്നപ്പോൾ ദേവകി നിലയങ്കോടിന്റെ വീട്ടിലുള്ള ആൾക്കാരെല്ലാം എന്താ ചെയ്തത്? വാതിലുകളും ജനലുകളും ഒക്കെ അടച്ചിട്ടു. കാരണം അതിന്റെ കൂടെ ഒരുപാട് വസ്തുക്കളും കൂടി പറന്നു വരുന്നുണ്ടായിരുന്നല്ലേ. മരത്തിന്റെ ചില്ലകളും മറ്റുമൊക്കെ പറന്നു വരുന്നുണ്ടായിരുന്നു. അതൊക്കെ വീടിനുള്ളിലേക്ക് കടന്നാൽ എന്ത് സംഭവിക്കും? അപകടങ്ങൾ സംഭവിക്കാം, വസ്തുക്കൾക്കൊക്കെ നാശനഷ്ടം സംഭവിക്കാം. അതുകൊണ്ട് വാതിലുകളും ജനലുകളും ഒക്കെ അടച്ചിട്ടു. എന്നാൽ വെള്ളം പൊങ്ങി വന്നപ്പോൾ വെള്ളം ഇറങ്ങി പോകുന്നതിന് വേണ്ടി എല്ലാ വാതിലുകളും ജനലുകളും അവർ തുറന്നിട്ടു. ഇടനാഴികളിലാണ് വെള്ളത്തിന്റെ കുത്തും തള്ളലും ഏറെ ശക്തമായത്. എല്ലാവരും മുകളിലെത്തി. പാത്രങ്ങളും മുകളിലേക്കു കയറ്റി. വെള്ളവും കോണിപ്പടി കയറി വരാൻ തുടങ്ങി. ജീവൻ രക്ഷിക്കാനുള്ള വഴിയെക്കുറിച്ച് മാത്രമായി ചിന്ത. രാത്രി മുഴുവൻ അവർ മുകൾ നിലയിൽ കഴിച്ചു. പിന്നീട് തോണിയുമായി വന്ന നാട്ടുകാർ അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ വെള്ളം പൊങ്ങുന്നതിനനുസരിച്ച് അവര് മുകളിലേക്ക് കയറി ഒടുവിൽ വീടിന്റെ മുകളിലത്തെ നിലയിലെത്തി. അവിടേക്ക് അവർ പാത്രങ്ങളും മറ്റും അത്യാവശ്യത്തിനുള്ള പാത്രങ്ങളും മറ്റുമൊക്കെ അവർ കൂടെ എടുത്തുകൊണ്ട് പോയിരുന്നു. രാവിലെ വരെ ഈ വെള്ളം പൊങ്ങി വന്ന് തങ്ങളെ കൊന്നുകളയുമോ അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങി മരിക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് വീട്ടുകാരെല്ലാം അവിടെ ചിലവഴിച്ചു. പക്ഷെ നേരം വെളുക്കുമ്പോഴേക്ക് എന്ത് സംഭവിച്ചു? പിന്നീട് ആൾക്കാർ തോണിയുമായിട്ട് വന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്ന ആൾക്കാർ അവരെ രക്ഷിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അപ്പോൾ ദേവകി നിലയങ്കോടിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മഴയെക്കുറിച്ചുള്ള വെള്ളത്തെക്കുറിച്ചുള്ള ഭയാനകമായിട്ടുള്ള 2 ഓർമ്മകളാണ് നമ്മളിവിടെ കണ്ടത്. നന്ദി.